സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന തരത്തിൽ കൊല്ലത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കൊല്ലം കോർപ്പറേഷൻ. പരമ്പരാഗത പ്രൗഢി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വികസന പദ്ധതികളാകും നടപ്പിലാക്കുക. കരാറടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ മുൻ ഭരണസമിതി വരുത്തിവെച്ച നഷ്ടങ്ങൾ ചെറുതായിരുന്നില്ലെന്നും അവ പരിഹരിച്ചുകൊണ്ടായിരിക്കും നഗരത്തിന്റെ സമഗ്ര വികസനം നടപ്പാക്കുകയെന്നും കൊല്ലം മേയർ AK ഹഫീസ് അമൃത വാർത്തകളോട് പറഞ്ഞു. പാർക്കുകൾ, ബീച്ചുകൾ തുടങ്ങി സന്ദർശകരെ ആകർഷിക്കുന്ന പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിവിധ പദ്ധതികൾ കൊല്ലം കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് കൊല്ലം ബീച്ചിൽ സൺസെറ്റ് സിറ്റി എന്ന പേരിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ്. ഇതിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ കൊല്ലത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. ബീച്ച് ടൂറിസത്തിനും കായൽ ടൂറിസത്തിനും വലിയ സാധ്യതകളുള്ള ജില്ലയായ കൊല്ലത്ത് ബീച്ചിന്റെ നവീകരണത്തോടൊപ്പം പാർക്കുകളുടെ നവീകരണവും പൂർത്തിയാക്കുമെന്നും മേയർ വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള ബീച്ച് നമ്മുടെ കൊല്ലത്തിനാണ് ഉള്ളത്. അത് നമുക്ക് ആ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഇതുവരെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൺസെറ്റ് സിറ്റി എന്നൊരു പേര് ഞങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനൊരു ആശയം, അങ്ങനൊരു പ്രോജക്റ്റ്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും സൺസെറ്റ് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് നല്ലവണ്ണം കാണാൻ കഴിയുന്നതാണ് നമ്മുടെ തീരപ്രദേശം. നമ്മളിതൊന്നും മാർക്കറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ധാരാളം ടൂറിസ്റ്റുകൾ കൊല്ലത്ത് വരും. എന്നാൽ കാലങ്ങളായി കൊല്ലം കോർപ്പറേഷന്റെ നിരവധി പദ്ധതികൾ പരാജയപ്പെടാൻ കാരണം കരാറുകാരുടെ അനാസ്ഥയാണെന്നാണ് മേയറുടെ ആരോപണം. രാഷ്ട്രീയ തലത്തിൽ നൽകിയ വിട്ടുവീഴ്ചകൾ മൂലം പല ജനോപകാര പദ്ധതികളും ലക്ഷ്യം കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷന്റെ കീഴിലുള്ള പാർക്കുകൾ ഉൾപ്പെടെയുള്ളവയുടെ നടത്തിപ്പ് ദീർഘകാലാടിസ്ഥാനത്തിൽ കരാറുകാർക്ക് കൈമാറിയതിലൂടെ പലരും സാമ്പത്തിക നേട്ടമുണ്ടാക്കി. കരാറുകാർ സൃഷ്ടിച്ച സാമ്പത്തിക നഷ്ടങ്ങൾ കോടതിയിലെത്തിയപ്പോഴും അവരെ സഹായിക്കുന്ന സമീപനമാണ് മുൻ ഭരണസമിതി സ്വീകരിച്ചതെന്നും മേയർ കുറ്റപ്പെടുത്തി. ജീവിക്കണം അഷ്ടമുടി ജീവനാണ് അഷ്ടമുടി പദ്ധതിയുടെ പേരിൽ 6,90,00,000 രൂപ പാഴാക്കി. കായൽ നവീകരണത്തിനും മാലിന്യ നീക്കത്തിനുമായി വകയിരുത്തിയ തുക ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്തതിനെ തുടർന്ന് അഷ്ടമുടി കായൽ സംരക്ഷണ വിഷയത്തിൽ കോടതി ഇടപെടലുകൾ വരെ ഉണ്ടായി. വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട ഏജൻസിക്ക് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. ഏകദേശം 6,90,00,000 രൂപയാണ് അഷ്ടമുടി കായലിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയത്. കാരണം ഈ അഷ്ടമുടി കായൽ വൃത്തിയാക്കലും മാലിന്യം നീക്കം ചെയ്യലും അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടാണ് സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി അവിടെ പണി ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് പോയി. പക്ഷേ വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോഴും അവിടെ എന്ത് നടന്നു എന്ന് ആർക്കും പറയാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോടികളാണ് നമ്മൾ പലതരത്തിൽ എഴുതി തള്ളുന്നതും ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നത്. നഗരവികസനത്തിന്റെയും ടൂറിസം പദ്ധതികളുടെയും പേരിൽ കോടികൾ ചിലവഴിച്ചിട്ടും മുൻ ഭരണസമിതി നടപ്പാക്കിയ പല പദ്ധതികളും പൂർത്തിയാകാതെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയും ദീർഘകാല വികസന കാഴ്ചപ്പാടോടെയും നഗരത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.